കാലം ഇനിയും ഉരുളും, വർഷം വരും, വിഷു വരും, തിരുവോണം വരും, ഋതുഭേദങ്ങൾ മാറി മറിയും, മാറ്റമില്ലാത്തതായി മാറ്റമെന്ന വാക്കല്ലാതെ മറ്റൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കാമെങ്കിലും മാറ്റമല്ലാത്തതായിട്ടൊരു സാധനം കൂടി ഇവിടെ ഉണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പിഴച്ച റഫറിങ് സിസ്റ്റം. ഞാൻ അന്നും ഇന്നും എന്നും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് പിഴച്ച റഫറിങ് സിസ്റ്റം എന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ പറയാതിരിക്കും മക്കളെ? കാരണം ഇത്രയും വൃത്തികെട്ട റഫറിങ് സംവിധാനം വേറെ എവിടെയും കണ്ടിട്ടില്ല. സാധാരണഗതി ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തോട്ടാണ് റഫറിമാർ ആണി അടിക്കുന്നതെങ്കിൽ ഇപ്പം തിരിച്ചായി പോയി. ഇപ്പം അഷീർ അക്തർ നോഹ സദോയെ ഗുരുതരമായിട്ടുള്ള ഒരു ടാക്ലിങ്ങിന് വിധേയനാക്കി സ്പോട്ടിൽ റെഡ് കാർഡ് കൊടുത്ത് അഷീറിനെ പറഞ്ഞു വിട്ടു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കണ്ണിലൂടെ നോക്കുമ്പം അത് വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ആഷിർ കമ്മിറ്റ് ചെയ്യാൻ പോയത് വളരെ വലിയൊരു ഫൗള് തന്നെയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പേസി ടാക്കിളാണ്. അത് അഫക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നോഹയ്ക്ക് വളരെ വലിയ പരിക്കും കാര്യങ്ങളൊക്കെ വന്നേനെ. പക്ഷെ അവിടെ നോഹയും അഷീറുമായിട്ടൊരു കോണ്ടാക്ട് വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു കോണ്ടാക്ടിന് മുൻപേ തന്നെ നോഹ ഡൈവ് ചെയ്ത് അപ്പുറത്തേക്ക് വീണു. അപ്പോൾ ഒരു ബോഡി കോണ്ടാക്ട് വന്നിട്ടില്ല. അതൊരു എന്താണ് നാസ്റ്റി ഫോളിനുള്ള അറ്റംപ്റ്റിന്റെ പേരിൽ അതൊരു യെല്ലോ കാർഡ് കൊടുത്ത് വിടേണ്ട സംഗതിയായിരുന്നു. പക്ഷെ ഒരു ഡയറക്റ്റ് റെഡ് കാർഡ് പുള്ളിക്ക് ലഭിക്കേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ കൊണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൂടായോ എന്ന് ചോദിച്ച് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഒരുപക്ഷെ അത് കൊളീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു റെഡ് കാർഡ് അർഹിച്ചേനെ. പക്ഷെ അത് ഒരു കൊളീഷനിലേക്ക് വന്നില്ല. അപ്പം ഒരു യെല്ലോ കാർഡും വാണിംഗും കൊടുത്ത് നിർത്തുന്നതായിരുന്നു ഭൂഷണം എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടുത്തെ റഫറിമാർ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും. ഇനിയിപ്പം നിഖിലേട്ടൻ പേ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാശ് കൊടുത്ത് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഇങ്ങനെ റഫറിക്ക് പേ ചെയ്യാൻ പോകുന്നത് വെറുതെ അതൊന്നും ഇല്ല. ഇവിടുത്തെ പിഴച്ച റഫറിങ് സിസ്റ്റത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഒന്നുമില്ലടേ പറയാൻ. റഫറിങ് നിലവാരം